ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഖിൽ മാരാറിന്റെയും ജിൻഡോയുടെയും ഒരു PR വർക്കാണ് ഇപ്പോൾ അനുമോൾക്ക് കിട്ടുന്നത് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചു. അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്ത PR-ഉം അതേപോലെ തന്നെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത PR-ഉം സെയിം തന്നെയാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് സത്യമാണെങ്കിൽ അനുമോളിനെ ഈ PR ആണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അഖിൽ മാരാറിന്റെ കാര്യത്തിലും അതുപോലെ ജിൻഡോയുടെ കാര്യത്തിലും പ്രേക്ഷകരുടെ പിന്തുണ നല്ല രീതിയിലുണ്ടായിരുന്നു. അവരുടെ ഓരോ പ്രവൃത്തികളും ജനങ്ങളുടെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ എത്തിയിരുന്നു. PR വർക്കിലൂടെ മാത്രം അനുമോളിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധിച്ചാലൊന്നും ഒരു പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. ഉറപ്പായിട്ട് ബിഗ് ബോസിന് പോലും ഇഷ്ടപ്പെടാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ എന്നാണ് നമുക്ക് കിട്ടിയ അറിവുകൾ. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഇത്രയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു PR-ന്റെ ഇത്രയും സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനുമോൾ മാത്രമാണ്. അനുമോളുടെ ഓരോ പ്രവൃത്തികൾ തന്നെയാണ് ഇതിനൊക്കെ കാരണം, അല്ലാതെ പ്രേക്ഷകരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. പ്രേക്ഷകർ കമന്റ് ബോക്സിൽ PR-കളെ തെറി വിളിക്കുമ്പോൾ PR-കൾക്ക് അവരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഫേക്ക് ഐഡികൾ വന്ന് അവർക്കെതിരെ ഓരോ കമന്റുകൾ ചെയ്യുന്നതും സ്വാഭാവികമാണ്. ഇതെല്ലാം ഞാൻ കാണുന്നുമുണ്ട്. ഉറപ്പായിട്ടും ഇങ്ങനെ ചെയ്യുന്ന PR-കളോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നന്നായി ചെയ്തോളൂ. പക്ഷേ പ്രേക്ഷകർ ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടസ്റ്റന്റിനെ വിജയിപ്പിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുകയില്ല. ഉറപ്പായിട്ടും ബിഗ് ബോസും പ്രേക്ഷകരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഏത് PR വർക്കും അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള PR വർക്കുകൾ ഇനിയെങ്കിലും നിർത്തണം. നിങ്ങൾ ഇതുവരെയും ഒട്ടും ഗെയിം കളിക്കാതെ ഒട്ടും ഒരു ഗെയിമിൽ പോലും വിജയിക്കാത്ത ഒരു കണ്ടസ്റ്റന്റിനെ പിടിച്ച് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിടുക്കാണെന്ന് കരുതണ്ട. അത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്നതാണ്. പക്ഷേ വിന്നറാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമായിരിക്കും. ഉറപ്പായിട്ടും അനീഷിനോ അല്ലെങ്കിൽ അക്ബറിനോ ആയിരിക്കും കപ്പ് പോകാൻ സാധ്യത എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അനുമോളുടെ ഗെയിമിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോനെ ഹെയ്റ്റ് ആയിട്ട് തന്നെ കണ്ടോളൂ. നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അനുമോളുടെ ഗെയിമിനെ വെറുക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോനെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം ഇതിൽ കമന്റ് ബോക്സിൽ പറയണം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം. അതുവരെയ്ക്കും നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.